വീഴ്ചയുണ്ടായി എന്നുള്ളതൊരു വസ്തുതയാണ്. ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രമം നടത്തുക അല്ലാതെ ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ. നീതി കിട്ടിയില്ല എന്ന് പറയാനായില്ല. കാരണം സംഭവം നടന്ന അത്രയും ദിവസമായുള്ളൂ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആലോചനകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ മണ്ഡലത്തിലാണ് ഈ ദുരന്തമുണ്ടായത്. മറ്റൊരാളെ രക്ഷിക്കുന്നതിനിടയിലാണ് രാജേഷ് നമ്മിൽ നിന്ന് വിട്ടുപോയത്. വലിയ ദുഃഖമുണ്ടാക്കുന്ന ഒരു സംഗതി തന്നെയാണ് നടന്നത്. സ്വാഭാവികമായും കുടുംബത്തെ സംരക്ഷിക്കുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻകാലങ്ങളിൽ ഉള്ള ദുരന്തങ്ങളിൽ മരണപ്പെട്ടവരുടെ കുടുംബത്തെയൊക്കെ സഹായിക്കുന്നതിന് വേണ്ടി സന്നദ്ധമായിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടും സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ആ കാര്യങ്ങൾ പെടുത്തിയിട്ടുണ്ട്. സർക്കാരത് ആലോചിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അനുകൂലമായൊരു തീരുമാനമുണ്ടാകും എന്നാണ് ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആദ്യം പ്രാരംഭഘട്ടത്തിലും പിന്നീട് മൃതദേഹം ഇവിടെ എത്തിക്കുന്ന ഘട്ടത്തിലും ഒക്കെ അത്രയും വലിയ വീഴ്ച ഉണ്ടായ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നീതി ഉണ്ടാകുമോ എന്നൊക്കെയാണ് കുടുംബം ചോദിക്കുന്നത്. ഇപ്പം എല്ലാം ഒരു വിവാദമാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. വീഴ്ചയുണ്ടായി എന്നുള്ളതൊരു വസ്തുതയാണ്. ഈ ബോഡി കണ്ടെത്തി അവിടുന്ന് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്ന് ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം ഒക്കെ പൂർത്തിയാക്കി തിരുവനന്തപുരത്തേക്ക് അയക്കുന്നത് വരെയുള്ള മുഴുവൻ സമയവും ആ ബോഡിയുടെ കൂടെ ഞാനുണ്ടായിരുന്നു. ബന്ധുക്കൾ ഉൾപ്പെടെ പറഞ്ഞ ഒരു കാര്യം, ഫ്രീസറുള്ള ഒരു ആംബുലൻസ് സൗകര്യം വേണം എന്നതാണ്. ഞാൻ ഈ ബോഡി കണ്ടെത്തിയ സമയത്ത് തന്നെ ജില്ലാ കളക്ടറെ വിളിച്ച് ബോഡി നമുക്ക് തിരുവനന്തപുരത്ത് എത്തിക്കാൻ സാധിക്കണം, നമ്മുടെ ജില്ല അതിനു വേണ്ടിയുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതുണ്ട് എന്ന നിലയിൽ കളക്ടറോട് സംസാരിച്ചപ്പോൾ കളക്ടർ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ സന്നദ്ധമായതാണ്. സ്വാഭാവികമായി സർക്കാർ മുറ എന്ന് പറയുന്ന ഒരു ഉണ്ടല്ലോ. സർക്കാർ തഹസിൽദാരോട് പറഞ്ഞു. അപ്പോൾ തഹസിൽദാർ ഈ ഫ്രീസറുള്ള ആംബുലൻസ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലെ ജീവനക്കാർ ഇത് ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അയാളെ ബോധ്യപ്പെടുത്തി. അപ്പോൾ ആ നിലയിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുള്ളത്. വന്നുപോയതിനെക്കുറിച്ച് നമുക്കത് പോരായ്മ പരിഹരിച്ച് ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രമം നടത്തുക അല്ലാതെ ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ. ആ നിലയിലൊരു പോരായ്മ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ആലോചനക്കുറവിൻ്റെ ഭാഗമായിട്ടല്ല. കാരണം ഞാനടക്കം തുടക്കത്തിൽ തന്നെ ഇത് ഫ്രീസറുള്ള ആംബുലൻസ് നമുക്ക് ഏർപ്പാടാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞതാണ്. അതിനു വേണ്ടിയുള്ള നീക്കങ്ങളെല്ലാം നടന്നതാണ്. പക്ഷേ അത് എന്തുകൊണ്ടോ സാധിച്ചില്ല. അപ്പം ആ ഒരു സന്ദർഭത്തിൽ പിന്നെ അത് അന്വേഷിച്ച് തേടിപ്പിടിക്കാനുള്ള ഒരു സമയവും ഉണ്ടായില്ല എന്നതാണ്. ഏതായാലും അതൊരു വലിയ വീഴ്ച തന്നെയാണ്. അപ്പം അത് ആ നിലയിൽ തന്നെ ഇപ്പോൾ തഹസിൽദാരാണ് കളക്ടറെ ഏൽപ്പിച്ചത്. അദ്ദേഹത്തെ ഇപ്പോൾ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഈ മാസം റിട്ടയർ ചെയ്യേണ്ട ഒരു ഉദ്യോഗസ്ഥനാണ്. ഈ മാസം 31-ന് റിട്ടയർ ചെയ്യേണ്ട ഒരു ഉദ്യോഗസ്ഥനാണ് ഈ തഹസിൽദാർ. അപ്പോൾ അയാളെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ള അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഏതായാലും പോരായ്മ സംഭവിച്ചിട്ടുണ്ട് എന്നതൊരു വസ്തുത തന്നെയാണ്.